ഹൃദയത്തിന്റെ ശാന്തതയിൽ ശാന്തിയുടെ പ്രകാശം വിരിയുന്ന ദിവ്യഭൂമി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഉണ്ണിക്കണ്ണന്റെ സാന്നിധ്യം അനുഭവമായി മാറുന്ന ഈ ക്ഷേത്രം കേരളത്തിന്റെ ഭക്തി പാരമ്പര്യത്തിൽ അതുല്യമായ സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. വാതാത്മജാതി ബഹുഭക്തഗണൈശ്ച വന്ദ്യ വാതാശനൈശ്ച ഹൃദയേ പരിഭാവിത. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം 17-ാം നൂറ്റാണ്ടിൽ ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ ഭരണകാലത്ത് പുനർനിർമ്മിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പരിപൂർണ ബാലകൃഷ്ണ ഭാവത്തിൽ വിരാജിക്കുന്ന ഇവിടെ ഭക്തർ ഉണ്ണിക്കണ്ണൻ എന്ന സ്നേഹനാമത്തിൽ ഭഗവാനെ വിളിക്കുന്നു. ഭക്തിയും സംഗീതവും സംസ്കാരവും ചേർന്ന് നിൽക്കുന്ന ഈ ക്ഷേത്രം കേരളീയ ക്ഷേത്ര ശൈലിയുടെ മനോഹര പ്രതീകമാണ്. കല്യാണവേഷ കരുണാലയ കൽപവൃക്ഷ കംസാദി ദുഷ്ടദമനായ കൃതാവതാര. അമ്പലപ്പുഴയെ ലോക പ്രശസ്തമാക്കിയത് ഇവിടുത്തെ പാൽപ്പായസമാണ്. ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്ന ഈ മധുര നൈവേദ്യം ഭക്തിയുടെ രുചിയായി ഇന്നും നിലനിൽക്കുന്നു. ചതുരംഗ കഥയും രാജാവിന്റെ പ്രതിജ്ഞയും ചേർന്ന ഐതിഹ്യം ഈ പാൽപ്പായസത്തിന് കൂടുതൽ ദിവ്യത നൽകുന്നു. ദുഷ്ടദമനായ കൃതാവതാര കൽക്കി സ്വരൂപ കലിദോഷഹര. പ്രഭാതത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ നടക്കുന്ന നിർമാല്യ ദർശനം അമ്പലപ്പുഴയിലെ ഏറ്റവും ആത്മീയമായ അനുഭവങ്ങളിലൊന്നാണ്. രാത്രി പൂജകൾക്ക് ശേഷമുള്ള അലങ്കാര ഭംഗിയിൽ ഭഗവാനെ ദർശിക്കുന്നത് ഭക്തഹൃദയങ്ങൾക്ക് അതുല്യമായ ശാന്തി പകരുന്നു. ശംഖനാദവും മണിനാദവും ഉയരുമ്പോൾ ആ ദിവ്യ സാന്നിധ്യത്തിൽ ലയിക്കുകയാണ് ഓരോ ഭക്തനും. വാതാലയേശ കൃപയാ കുരു സുപ്രഭാതം. രാവിലെ 3 മണിയോടുകൂടി പള്ളി ഉണർത്തി 3:15 ആവുമ്പോഴേക്കും ക്ഷേത്രം തുറന്ന് നിർമാല്യ ദർശനത്തോടുകൂടി ഒരു ദിവസത്തെ അമ്പലപ്പുഴ ഭഗവാന്റെ കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. 3:30 ആകുമ്പോഴത്തേക്കും നിർമാല്യ ദർശനം, അത് കഴിയുമ്പോൾ തുടർന്ന് അഭിഷേകം, അതിനുശേഷം 5 മണിക്ക് മുഴുക്കാപ്പ് ചാർത്തി, 5 മണിക്ക് ഉഷപൂജ, തുടർന്ന് 6 മണിക്ക് എതിർത്ത് പൂജ, അത് കഴിയുമ്പോൾ ശീവേലിയാവും, അത് കഴിഞ്ഞാൽ 8 മണിക്ക് പന്തീരടി പൂജ. ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ. ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ. ഭക്തിയും കലയും ഒരുമിക്കുന്ന ഈ ദേവാലയം കേരള സംസ്കാരത്തിന്റെ ജീവനുള്ള പൈതൃകമാണ്. കാലം മാറിയാലും ഭക്തിയുടെ പ്രകാശം മങ്ങുന്നില്ല. ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം തേടി ആയിരങ്ങൾ എത്തിച്ചേരുന്ന ഈ ദിവ്യസ്ഥലം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം, ഭക്തിയുടെ മാധുര്യം പകരുന്ന കേരളത്തിന്റെ അനശ്വര തീർത്ഥം. കൃഷ്ണ കഴലീണ കൈ തൊഴുന്നേ കൃഷ്ണ. ഒരു തരഭവ സിന്ധോ ദുരിത സഞ്ജയമാകും. ഒരു തരഭവ സിന്ധോ ദുരിത സഞ്ജയമാകും. തിരതന്നിൽ മുഴുകുന്ന നരകാരിക്കവലംബം. തിരതന്നിൽ മുഴുകുന്ന നരകാരിക്കവലംബം. മരതകമണിവർണ്ണൻ ഹരി തന്നെയെന്നും തവ ചരിതവർണ്ണനങ്ങളിൽ
ചരിതവർണ്ണനങ്ങളിൽ സകല മുനികൾ പറവതറിവതതുന കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ കടലിന കൈ തൊഴുന്നേ കൃഷ്ണ അറിവമ്മ അലിവമ്മ അമൃതമ്മ. അന്നത്തെ ലക്ഷ്മിയായി കരുതി ഭക്തി ആദരപൂർവം വേണം സ്വീകരിക്കുവാൻ. അന്നം ബ്രഹ്മമാണ്. ആരുടെയും ഒന്നിൻ്റെയും കുറ്റവും കുറവും ഭക്ഷണം കഴിക്കുമ്പോൾ പറയുവാൻ പാടില്ല. ഭഗവത് പ്രസാദമായിട്ട് വേണം ഭക്ഷണം കഴിക്കുവാൻ. അമ്മയുടെ വാക്കുകളിലൂടെ അന്നത്തെ ലക്ഷ്മിയായി കരുതുവാനുള്ള പ്രാപ്തി നമുക്ക് ലഭിക്കട്ടെ.